ഇത് ഈ ഒരു സാധനം ഇതിൽ മുന്നേ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് പൈനാപ്പിൾ ആണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതല്ല കേട്ടോ. അപ്പം ഞാനും ഈ ഒരു ചെടി ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പൈനാപ്പിൾ ആയിരിക്കും, പൈനാപ്പിളിൻ്റെ ചെറുതായിരിക്കും എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് എൻ്റെ വെറും തെറ്റിദ്ധാരണയായിരുന്നു. കാരണം എനിക്കിത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചെടിയും കറക്റ്റ് പൈനാപ്പിൾ പോലെ തന്നെയാണ്, പൈനാപ്പിളിൻ്റെ ചെടീനോട് തന്നെ സാദൃശ്യമുള്ളതാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈനാപ്പിളിൻ്റെ ഫാമിലിയിൽപ്പെട്ടൊരു പ്ലാന്റ് തന്നെയാണ്. പക്ഷേ ഇത് നമ്മൾ കഴിക്കാൻ പറ്റുന്നതല്ല. ശ്രീലങ്കൻ ഫ്ലവേഴ്സിൻ്റെ ലിസ്റ്റിൽ ഇതിനെ കാണുന്നുണ്ട് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ പേരൊന്നും എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അപ്പം ഇത് പൈനാപ്പിളിൻ്റെ ഫാമിലിയിൽപ്പെട്ടൊരു സാധനം തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഫ്ലവർ ഉണ്ടാവാറുണ്ട്. അപ്പം ആ സമയത്ത് ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് എടുക്കാൻ പറ്റിയില്ല. അപ്പം ആരെങ്കിലുമൊക്കെ ഈ ഒരു ചെടി ഇതിൽ മുന്നേ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ഇങ്ങനെ നമ്മളെ പൂച്ചെടിയുടെ കൂട്ടത്തിൽ വെക്കാൻ പറ്റുന്നൊരു ചെടിയാണ്. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പക്ഷെ അതിൻ്റെ പൈനാപ്പിളിൻ്റെ പോലെ തന്നെ അതിൽ മുള്ളുണ്ട്, നല്ല മുള്ളുണ്ട് കേട്ടോ, കുട്ടികളൊക്കെ തൊട്ട്. അപ്പം ഇന്ന് എൻ്റെ മോനൊന്ന് അടിച്ച് പറിച്ചപ്പോഴാണ് എനിക്ക് ഈ ഒരു സംഭവം എടുത്താൽ കൊള്ളാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.